KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി. CPM സമ്മേളനത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് കുന്നംകുളത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൊടുങ്ങല്ലൂർ കനൌലി കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പുഴയിൽ നിന്ന് മുക്കുവെള്ളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. താൽക്കാലിക തടയണ കെട്ടുന്നതിൽ അനാസ്ഥയെന്ന ആക്ഷേപം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചൂണ്ടലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലുപാടത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. ക്ഷേത്രങ്ങളിൽ ഇന്ന് തൈപ്പൂയം ആഘോഷിക്കുന്നു. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ തൈപ്പൂയത്തോടനുബന്ധിച്ച് വർണ്ണക്കാവടികളും പീലിക്കാവടികളും നിറഞ്ഞാടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. CPM ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു. നിലവിൽ തൃശൂർ ജില്ലാ LDF കൺവീനറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മുൻ ഗുരുവായൂർ MLA ആയ KV അബ്ദുൽ ഖാദർ ചാവക്കാട് കടപ്പുറം സ്വദേശിയാണ്. 2006 മുതൽ 2021 വരെയായിരുന്നു ഗുരുവായൂർ MLA ആയി പ്രവർത്തിച്ചത്. 1991 മുതൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ്. DYFI ജില്ലാ പ്രസിഡന്റ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1997 ക്യൂബയിലെ ഹവാനയിൽ നടന്ന 14 ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. UR പ്രദീപ്, KD ബാഹുലയൻ, TT ശിവദാസൻ, TK സന്തോഷ്, VA മനോജ് കുമാർ, MS പ്രദീപ് കുമാർ, NN ദിവാകരൻ, KS സുഭാഷ്, ഗ്രീഷ്മ അജയ് ഘോഷ്, RR ശ്രീലാൽ എന്നിവരാണ് പുതുമുഖങ്ങൾ. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. കുന്നംകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെന്റിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ജാഗ്രതയും കൃത്യമായ ഇടപെടലും ഉറപ്പാക്കുന്ന രീതിയിലാണ് ബില്ലിന്റെ ഉള്ളടക്കം വരിക എന്നതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് മുന്നോട്ട് വരികിൽ നമുക്ക് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. വടക്കാഞ്ചേരി തെക്കങ്കരയിൽ റോഡരികിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയത. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. തെക്കങ്കര പഞ്ചായത്തിൽ പുന്നമ്പറമ്പിലൂടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വാഴാനി പീച്ചി ഡാം ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഭാഗമായ കാന നിർമ്മാണത്തിലാണ് പരാതി. പുന്നമ്പറമ്പ് തോട് മുതൽ മച്ചാട് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലുമുള്ള കോൺക്രീറ്റ് കാന നിർമ്മാണത്തിന്റെ അപാകതയാണ് വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയേറുമെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ വികസനത്തിനെതിരല്ല, റോഡ് പണിയുന്നതിനോടോ അല്ലെങ്കിൽ റോഡിന്റെ പണി പുരോഗമിക്കുന്നതിനോ ഞങ്ങളുടെ പൂർണ്ണമായി സപ്പോർട്ടാണ്. റോഡിന്റെ രണ്ടരികിലും ചാലുകളുണ്ട്. ചാലുകൾ പണിതുകൊണ്ട് മാത്രമായില്ല, ചാലുകളിലേക്ക് വെള്ളം എത്തിച്ചേരണം, അത് സുഗമമായി ഒഴുകി പോകണം, എങ്കിൽ മാത്രമേ ഈ പണി കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഓരോ പ്രാവശ്യവും വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ അകത്തേക്കാണ്, മുൻവശത്തുനിന്നും പുറകു വശത്തുനിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തെ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളം വന്നു കഴിഞ്ഞ് ഇവിടുന്ന് മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് വരുന്നത്. അകത്തുകൂടി ഈ കാന താഴ്ചയില്ല, കാന താഴ്ചയില്ലെങ്കിൽ വെള്ളം പോയി കിട്ടുമല്ലോ. ഇപ്പോൾ കാന താഴ്ചയില്ലാത്ത കാരണം ഞങ്ങൾക്ക് വെള്ളം പോകില്ല, വെള്ളം മുഴിഞ്ഞുകൊണ്ട് അകത്തേക്കാണ് വരിക. മഴക്കാലമായാൽ അമിതമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിക്കുന്ന കാനകളിൽ
വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും സ്ഥാപിച്ചതിനാൽ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ആഴം ഇല്ലാതായി എന്നാണ് ആക്ഷേപം. വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് റോഡിലും പാടശേഖരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയേറുമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. വാഴാനി ഡാം തുറന്നുവിടേണ്ട അടിയന്തര ഘട്ടമുണ്ടായാൽ താഴ്വാര പ്രദേശങ്ങളായ മണലിത്തറ, KT പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ വെള്ളക്കെട്ടിലാകും. കരുമത്ര തോടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് മറ്റൊരിടം തേടേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നാണ് ഉയരുന്ന പരാതി. ഈ സംഭവം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ലെന്ന് തെക്കുംകര പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ ആകെ വാഴാനിൽ നിന്നുള്ള അധിക വെള്ളം വന്നും വീടുകളുടെ അടുക്കള വഴിക്കാണ് കടന്നു പോയിരുന്നത്. ഇന്നിപ്പോൾ ഈ റോഡ് പണിയ സമയത്ത് അധിക വെള്ളം വരാൻ ഉള്ള കാന എന്ന പേരിൽ ഇപ്പൊ നിലക്കുന്ന വീടുകളുടെ തറയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ മുൻവശം മുതൽ പിൻവശം അങ്ങ് അറ്റം വരെ ചെക്ക് ഡാം പോലെ നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയും മാറും. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവും. ഇതിന് നിരവധി തവണ കിഫ്ബിയുമായി അവിടുത്തെ സൂപ്രണ്ടും പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവർ വരാൻ നോക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാനയ്ക്കുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വേലിയേറ്റത്തിൽ കൊടുങ്ങല്ലൂരിൽ നൂറുകണക്കിന് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗശൂന്യമായത്. പുഴയുമായി ബന്ധപ്പെട്ടുള്ള തോടുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ജനുവരി മാസത്തിൽ താൽക്കാലിക തടയണ കെട്ടാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം കയറിയും മറ്റ് ചിലയിടങ്ങളിൽ തടയണ കെട്ടാൻ വൈകിയതുമൂലവും വേലിയേറ്റം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള വിജയൻ തോടിനോട് ചേർന്നുള്ള ചേന്നംകുളം തിരുവഞ്ചിക്കുളം തോട്ടിൽ ഇക്കുറി താൽക്കാലിക തടയണ കെട്ടിയിരുന്നില്ല. അതോടെ പ്രദേശത്തെല്ലാം ഉപ്പ് നിറഞ്ഞ അവസ്ഥയായി. ഉപ്പുവെള്ളം കയറിയതോടെ ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കൃഷി നാശമുണ്ടാവുകയും ചെയ്തിരുന്നു. തിരുവഞ്ചിക്കുളം ചേന്നംകുളം തോട്ടിൽ സ്ഥിരം സ്ലൂയിസ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്നും സ്ലൂയിസ് നിർമ്മിക്കുന്നതോടെ വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നഗരസഭാ കൌൺസിലർ വത്സല പറഞ്ഞു. 18, 19, 20 വാർഡിലേക്ക് ഉപ്പുവെള്ളം കയറി ഉള്ള കൃഷിയെല്ലാം നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു സ്ലൂയിസ്. കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട ഒരു തുക MLA അനുവദിക്കുകയും 11 ലക്ഷം നമ്മൾക്കിവിടെ പാസ്സാക്കുകയും ചെയ്ത് പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് തുടങ്ങാൻ വേണ്ടി തെങ്ങെടുക്കലും മറക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ പണി തുടങ്ങും എന്നാണ്. സ്ഥിര ബണ്ട് എന്നുള്ള ഒരു പ്രവർത്തനം അടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. വേലിയേറ്റം തടയാനായില്ലെങ്കിൽ കനോലി കനാലിന്റെ പടിഞ്ഞാറൻ പ്രദേശം ഉപ്പുകയറി ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത മതിലകം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി നടക്കൽ രാമൻ മകൻ 63 വയസ്സുള്ള ജ്യോതി പ്രകാശനാണ് മരിച്ചത്. ഇന്ന് രാവിലെ പുതിയകാവ് മദ്രസയ്ക്ക് മുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റയാൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലത്ത് വീടിന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. വേലുപ്പാടം പുലിക്കണ്ണി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വേലുപ്പാടം പൗണ്ട് സ്വദേശികളായ കുറിയോടത്ത് വീട്ടിൽ അലിയാർ, ഭാര്യ മാഷീദ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ KFRAയ്ക്ക് സമീപമായിരുന്നു അപകടം. ടാപ്പിംഗ് തൊഴിലാളികളായ ഇരുവരും ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ കാട്ടുപന്നി പാഞ്ഞു വന്നിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. റോഡിൽ കിടന്ന ഇരുവരെയും നാട്ടുകാരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ചൂണ്ടൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിൻ മകൻ 19 വയസ്സുള്ള ജോയിലാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ജോയൽ. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ഇന്ന് ആഘോഷിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ വർണ്ണക്കാവടികളും പീലിക്കാവടികളും ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി. വടൂക്കരയിൽ നിന്നുള്ള വനിതാ കാവടി സംഘം ഉൾപ്പെടെ 8 കാവടി സമാജങ്ങളാണ് തൈപ്പൂയ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. വടൂക്കര, നെടുപുഴ, പനമുക്ക്, ചിയാരം, വെളിയന്നൂർ, കണ്ണംകുളങ്ങര ദേശങ്ങളിൽ നിന്നുള്ള ബഹുവർണ്ണ കാവടികളും പീലിക്കാവടികളും പൂക്കാവടികളും ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. ഓരോ കാവടി സംഘങ്ങളും ഇത്തവണയും നിരവധി സ്പെഷ്യൽ കാവടികളാണ് തയ്യാറാക്കിയിരുന്നത്. പഞ്ചവാദ്യം, ബാൻഡ് മേളം തുടങ്ങിയ താളമേളങ്ങളും കാവടി സംഘങ്ങൾക്ക് അകമ്പടിയായി.
മാള കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിന് പൂക്കാവടികൾ നിറഞ്ഞാടി. കുഴൂരിലെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംഘങ്ങൾ ക്ഷേത്രത്തിൽ കാവടി അഭിഷേകവും വലിയ കാവടി നിറയും നടത്തി. ആലുംകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം ഭക്തി നിർഭരമായി. 3 ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തീയന്നൂർ മന ശ്രീധരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് തൈപ്പൂയ മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. രഥമെഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ക്ഷേത്ര പൂജാരി രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് തേരെഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, MV ദേവദാസ്, VK ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടത്തി. കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈസ്റ്റ് മേഖലാ ഭാരവാഹികളായി ജിഷോയ് അറക്കൽ, സച്ചിൻ തോട്ടുങ്ങൽ, അഖിൽ പറപ്പറമ്പിൽ, കൊച്ചി പറമ്പത്ത് ക്ഷേത്രം ഭാരവാഹികളായ KK ബാബുരാജൻ, KV വിനോദ്, KK അരവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം 2 ദിവസങ്ങളായി നടത്താനുള്ള പോലീസിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് സംഘാടകർക്ക് തലവേദനയായി. 1 ദിവസത്തിൽ തീർക്കാമെന്ന് കരുതിയ മത്സരങ്ങളാണ് 2 ദിവസത്തേക്ക് മാറ്റേണ്ടി വരുന്നത്. പകലും രാത്രിയുമായി മത്സരങ്ങൾ നടത്താനാണ് സർവകലാശാലയും സംഘാടകരും നേരത്തെ തീരുമാനിച്ചിരുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ കോടതിയെ സമീപിച്ചിരുന്നു. കനത്ത പോലീസ് സന്നാഹത്തോടെ 16, 17 തീയതികളാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്തുന്നത്. കോടതി നിർദ്ദേശമനുസരിച്ചുള്ള മാറ്റങ്ങൾക്കായി മത്സരങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുകയാണെന്ന് MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പിലാക്കൽ പറഞ്ഞു. ജനുവരി 28-ന് പൂർത്തിയാക്കേണ്ടിയിരുന്ന D-സോൺ കലോത്സവം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. മസ്തകത്തിലെ മുറിവുമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ ചുറ്റിത്തിരിയുന്ന കാട്ടാനയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമെങ്കിൽ നൽകുമെന്ന് വാഴച്ചാൽ DFO അറിയിച്ചു. ഇതിനായി വനപാലകരുടെ സംഘം അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലകളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. കോടനാട് അഭയാരണ്യം കേന്ദ്രത്തിലെ ഡോക്ടർ ബിനോയാണ് നിരീക്ഷണ സംഘത്തിലെ തലവൻ. തിരുവനന്തപുരത്തെ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ആനയെ നിരീക്ഷിക്കുന്നത്. പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം 3 ദിവസം മുൻപെത്തിയ ആന അടുത്ത ദിവസം മറ്റൊരിടത്തേക്ക് നീങ്ങി. തിങ്കളാഴ്ച അതിരപ്പള്ളിയിലെ 15-ൽ എണ്ണപ്പനത്തോട്ടത്തിലാണ് ആനയെ കണ്ടത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ കൊമ്പനാനയുടെ നിൽപ്പ് പ്ലാന്റേഷന്റെ 1-ാം ബ്ലോക്കിലാണ്. ജനുവരി 24-ലാണ് ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയത്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ പിടികൂടുന്നതും ചികിത്സ നടത്തുന്നതും വാഴച്ചാൽ വനം ഡിവിഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു. കൃഷിക്കാർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ പറഞ്ഞു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ 25-ാം വാർഷികാഘോഷവും കൊയ്ത്ത് മഹോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പറ്റിയവരല്ല, പുതുതലമുറയാണ് പ്രപഞ്ചത്തിൽ എത്ര തരം വിത്തുകൾ ഉണ്ടെന്ന് പഠിക്കേണ്ടതും അവയെ സംരക്ഷിക്കേണ്ടതും. ഇതൊന്നും പാഠ്യപദ്ധതിയിലില്ല. ജീവിക്കാനുതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്. കർഷകർ അവഗണിക്കപ്പെടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുദ്രാവാക്യമുണ്ട്, നല്ല മുദ്രാവാക്യമാണ്, ജയ് ജവാൻ ജയ് കിസാൻ. പക്ഷെ ഇതൊന്നും സാക്ഷാത്കരിക്കുന്നില്ല, കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പിള്ളേരൊക്കെ അക്കരെ കടന്നു പോവുക. പിന്നെ മിച്ചമുള്ള കൃഷിക്കാർക്ക്, ഭക്ഷ്യധാന്യം കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഭാവി തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷണം നടത്തണം. നടത്തിയേ മതിയാവൂ, ഇല്ലെങ്കിൽ നമ്മളെ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതിയുടെ വരദാനമായ വിത്തുകൾ ഒന്നും വിറ്റ് കാശാക്കാനുള്ളതല്ല, കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്.
ഇന്ന് കുടിവെള്ളം പോലും എല്ലാം വിറ്റ് കാശാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേനം എരോൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചേനം തരിശുപടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി.കെ. രാജു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ ചെറുവയൽ രാമന് അടാട്ട് പാടശേഖര സമിതിയുടെ സാമ്പത്തിക സഹായവും ചടങ്ങിൽ കൈമാറി. 550 ഏക്കറോളം വരുന്ന ചേനം തരിശുപടവ് കമ്മിറ്റിയിൽ 800ഓളം കർഷകരാണുള്ളത്. നിലവിൽ ഒരു പൂക്കൃഷി മാത്രം നടത്തുന്ന ഇവിടെ ഇത്തവണ മുതൽ കൊയ്ത്ത് കഴിഞ്ഞാൽ തണ്ണിമത്തൻ, പച്ചക്കറി പോലെയുള്ള രണ്ടാം വിളയ്ക്ക് ഒരുങ്ങുകയാണ് പടവ് കമ്മിറ്റി. TCV തൃശൂർ. കുന്നംകുളം ഒറ്റപ്പിലാവിൽ തണത്ര പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം പോലീസും പരിശോധന നടത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 4:30യോടെയാണ് പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്ക് അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം പോലീസ് പറഞ്ഞു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. നാരായണദാസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ മയക്കുമരുന്നിന് സമാനമായ വസ്തു വെച്ച് പ്രതി എക്സൈസിൽ വിവരം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഷീല സണ്ണിക്ക് 72 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഷീലയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നാരായണദാസാണ് സ്കൂട്ടറിൽ വസ്തു ഒളിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. പത്തനംതിട്ട പെരുമ്പട്ടി സ്വദേശി കെവിൻ തോമസിനെയാണ് ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയായ യുവതിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് കെവിൻ പരിചയപ്പെടുന്നത്. പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് യുവതി അറിയാതെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കാവിൽക്കടവിൽ RRR സെന്റർ, ഇനോക്കുലം ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ, ജൈവവള വിൽപ്പനശാല എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, കൌൺസിലർ ബീന ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങരയിൽ റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കുഴൽക്കിണറിന്റെ പൈപ്പ് അപകടക്കെണിയാകുന്നതായി പരാതി. വെള്ളിക്കുളങ്ങര മാവിൻ ചുവടിന് സമീപമുള്ള വിമല സ്കൂളിന് മുൻവശത്താണ് റോഡിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴൽക്കിണറുള്ളത്. റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തിയതോടെ കുഴൽക്കിണറിന്റെ പൈപ്പ് റോഡിനോട് തൊട്ടാണ് നിൽക്കുന്നത്. രാത്രിയിൽ വെളിച്ചക്കുറവുള്ളതിനാൽ അപകട സാധ്യത കൂടുതലാണ്. കാൽനടക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും മരണക്കെണി തീർക്കുന്ന കുഴൽക്കിണർ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൈപ്പ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി എറണാകുളം ഇടപ്പള്ളിയിലുള്ള KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 3 ആഴ്ച മുൻപ് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയ്ക്കും സുവർണ സംഘത്തിനും കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ VK വിനീഷ് അധ്യക്ഷത വഹിച്ചു. ഹരിതസേനാംഗം സംഗീത മണിക്കുട്ടൻ പങ്കെടുത്തു. ജില്ലയിലുടനീളം തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ നേടിയ ഹരിതസേനാ പ്രവർത്തകർക്കാണ് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തത്. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പ്രവർത്തന സജ്ജമായതോടെ രാജ്യത്തിന് തന്നെ മറ്റൊരു മാതൃക കേരളം മുന്നോട്ട് വച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഗാനറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. റോഡുകൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 1000-ലധികം പേർ ഓരോ വർഷവും ജലാശയങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ജലാശയ അപകടങ്ങളുടെ തോത് കുറച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിൽ ലക്ഷ്യം കൈവരിക്കാനാകുകയുള്ളൂ. ഇതിനായി വിദ്യാർത്ഥി തലം മുതലേ പരിശീലനം നൽകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ K പത്മകുമാർ, ടെക്നിക്കൽ ഡയറക്ടർ M നൌഷാദ്, മറ്റ് ഉദ്യോഗസ്ഥർ, സേനാ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സ്കൂബ ടീം അംഗങ്ങൾ വിവിധ കഴിവുകൾ അവതരിപ്പിച്ചതിന് ശേഷം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
ആങ്കറിന് മുകളിലായി ഡൈവിനുകൾ ചെയ്തിരിക്കുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായുള്ള വനിതകളുടെ നേതൃത്വത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇതോടെ നിലവിൽ വന്നിരിക്കുന്നത്. അഗ്നിസുരക്ഷാ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ്. ആ ഘട്ടത്തിൽ നിയമിതരായ 100 പേരിൽ നിന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 17 ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിങ്ങിൽ പരിശീലനം നൽകിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെല്ലാവരും ഇന്നു മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഭാഗമായിരിക്കുന്നു. കായികക്ഷമതയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് കുഴൂരിനെ കരാട്ടെ ഗ്രാമമാക്കുന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കരാട്ടെ ഗ്രാമം പദ്ധതി. കുഴൂരിലെ എല്ലാ വിദ്യാർത്ഥികളെയും കരാട്ട അഭ്യസിപ്പിക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭക്ഷണരീതി, വ്യായാമം, കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആരോഗ്യ ഗ്രാമം പദ്ധതി. പൂർണ്ണമായി സൗജന്യമായാണ് പരിശീലനം. 3 വയസ്സ് മുതൽ 23 വയസ്സുള്ളവരെ ഉൾപ്പെടുത്തും. 8 മാസം മുമ്പ് ആരംഭിച്ച പദ്ധതിയിൽ ഇപ്പോൾ 130 പേരാണ് പരിശീലനത്തിലുള്ളത്. എരവത്തൂർ, കുഴൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കരാട്ടെ പരിശീലനം നടക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ 500ഓളം പേരെ പരിശീലിപ്പിക്കാനാണ് ലക്ഷ്യം. സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പരിശീലനം. ബ്ലാക്ക് ബെൽറ്റിൽ 6ാമത്തെ ഡിഗ്രിയുള്ള ഫ്രാൻസിസ് നിയോണിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ഭാര്യ സന്ധ്യ യോഗയിലും ബ്ലാക്ക് ബെൽറ്റിൽ 2ാം ഡിഗ്രിയുള്ള മകൾ സ്വാന്തനിയും പരിശീലനം നൽകുന്നുണ്ട്. ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ സ്വാന്തനിയുടെ സുഹൃത്തുക്കളായ വിൻഷ ബാബു, അർജുൻ ബാബു, കീർത്തന രാജു എന്നിവരും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകാൻ ഒപ്പമുണ്ട്. 3 വയസ്സുകാരായ ശ്രാവൺ, ഇസ എന്നിവരാണ് പ്രായം കുറവുള്ളവർ. സൗജന്യമായി കരാട്ടെ പരിശീലനം നൽകുന്ന ആരോഗ്യ ഗ്രാമം പദ്ധതിയിലേക്ക് കൂടുതൽ പേർ ഓരോ ആഴ്ചയിലും എത്തുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ 80 പേരെയാണ് പ്രവേശിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായാണ് കരാട്ടെ തിരഞ്ഞെടുത്തതെന്ന് ഫ്രാൻസിസ് നിയോൺ പറഞ്ഞു. കുഴൂർ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് കരാട്ടെ. ഓരോ വീട്ടുകളിലും എത്ര കുട്ടികളുണ്ടോ അവർക്കൊക്കെ ഒരു LKG പ്ലേ സ്കൂൾ തുടങ്ങിയിട്ട് നമ്മളൊരു ഡിഗ്രി വരെയുള്ള കുട്ടികളെ നമ്മൾ കരാട്ടെ, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, സെൽഫ് ഡിഫെൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല പഞ്ചായത്തിനും നാടിനും അവർക്കും സ്വയം ഒരു പര്യാപ്തത വരുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 2ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം 130 കുട്ടികളാണ് നിലവിലുള്ളത്. TCV ന്യൂസ്, മാള. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃശൂരിൽ ഹോട്ടൽ ഉടമകൾ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി ഫ്ളാഗ് ഓഫ് ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CB ജുലാൽ, ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഈച്ചിരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച റിട്ടയർഡ് SI എങ്കേക്കാട് സ്വദേശി പത്മനാഭൻ നായർക്ക് തൃശൂർ ജില്ലാ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി. വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ PV സുഭാഷിന്റെ നേതൃത്വത്തിലാണ് പത്മനാഭൻ നായരുടെ എങ്കേക്കാടുള്ള വീട്ടിലെത്തി ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. കഴിഞ്ഞ ദിവസം മൂട്ടുപാറയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് പത്മനാഭൻ നായർ മരിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള 2ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കയ്പമംഗലത്ത് നടന്നു. ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ്, നൂർ ഷാ, പോലീസ് സൂപ്രണ്ട് നജീബ്, ഹബീബ് ആറ്റൂർ, PA അബ്ദുള്ള, MH മുഹമ്മദ് അലി, ഷക്കീർ, അമീർ തളിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ഈ യാത്രാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിൽ നിന്ന് 2 റക്അത്തിന്റെ സുന്നത്ത് നമസ്കരിച്ച് വീണ്ടും യാത്ര പുറപ്പെട്ട് നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിലെത്തുമ്പോൾ
മാലിന്യ സംസ്കരണ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ തൃശൂരിൽ ആവശ്യപ്പെട്ടു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 60ാം സംസ്ഥാന സമ്മേളനം 14, 15, 16 തീയതികളിൽ പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതിയും ലൈസൻസ് ഫീയും യൂസർ ഫീയും വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ മാലിന്യ സംസ്കരണ പദ്ധതിയും ഏറ്റെടുക്കണം. ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആണെന്നിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശാസ്ത്രീയ പരിശോധന നടത്താതെ നിയമവിരുദ്ധമായ ഭക്ഷണം പിടിച്ചെടുത്ത് പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിലക്കണമെന്നും ജി ജയപാൽ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുൻമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുപാൽ, വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചിരത്ത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവാസി എഴുത്തുകാരി നസീ ഷായിയുടെ ആദ്യ കവിതാ സമാഹാരം വരികളിൽ പൂക്കുന്ന ഭ്രാന്ത് പ്രകാശനം ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി AM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ KB മധു പുസ്തക പ്രകാശനം നിർവഹിച്ചു. കഥാകൃത്ത് പ്രസാദ് മണ്ണിൽ പുസ്തകം ഏറ്റുവാങ്ങി. നേതാജി വായനശാല പ്രസിഡന്റ് കെ ഉബൈദ അധ്യക്ഷത വഹിച്ചു. യുണൈറ്റഡ് കൂരിക്കുഴി ഫേസ്ബുക്ക് കൂട്ടായ്മ അഡ്മിൻ PS ഷാഹിർ, കൂരിക്കുഴി AM UP സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു, അധ്യാപിക ഷീജ എന്നിവർ സംസാരിച്ചു. വെള്ളാനിക്കരയിൽ നടന്ന കാർഷിക സർവകലാശാല കേരള സയൻസ് കോൺഗ്രസിൽ മികച്ച ഗവേഷണ പ്രബന്ധാവതരണത്തിനുള്ള അവാർഡ് തൃശൂർ ജില്ലയിലെ സൌത്ത് കൊണ്ടാഴി സ്വദേശി ഡോക്ടർ AK ശിവദാസിന് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ അത്താണി സി മെറ്റ്ലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റിയുടെ ഗവേഷക സംഘത്തിലെ അംഗമാണ്. ഭൌതിക ശാസ്ത്ര വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത്. ജലത്തിലും വായുവിലുമുള്ള മാലിന്യം സംസ്കരിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയെപ്പറ്റിയാണ് പ്രബന്ധം. സൌത്ത് കൊണ്ടാഴി ആൽപ്പെട്ടിയിൽ കൃഷ്ണൻകുട്ടിയുടെയും രാധയുടെയും മകനാണ് ഡോക്ടർ AK ശിവദാസൻ. എളവള്ളി പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള നീന്തൽ പരിശീലനം പൂർത്തിയായി. ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനത്തിന് തുക വകയിരുത്തിയത്. 1.5 ഏക്കർ വിസ്തൃതിയുള്ള ഇന്ദിരാച്ചിറയിലാണ് പരിശീലനം നടത്തിയത്. വടക്കാഞ്ചേരി സ്വദേശിയായ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി. വടക്കാഞ്ചേരി സ്വദേശിയായ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 20 വിദ്യാർത്ഥികളാണ് ഒരു മാസത്തെ പരിശീലനം പൂർത്തീകരിച്ചത്. നീന്തൽ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. നീന്തൽ പരിശീലനത്തിന്റെ സമാപനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ TC മോഹൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ NB ജയ, ശ്രീബിത ഷാജി, സൗമ്യ രതീഷ്, ഷാലി ചന്ദ്രശേഖരൻ, PM അബു, രാജി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട്, ഷോബി K പോൾ, ഇരിങ്ങാലക്കുട രഞ്ജിത്ത് ഗുരുവായൂർ, രാധാകൃഷ്ണൻ കൊരവൻകുഴി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് അംഗങ്ങളായ രമണി രാജൻ, TP ലോറൻസ്, ടെസി ഫ്രാൻസിസ്, രമ്യ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഹരിത പ്രഖ്യാപനം നടന്നു. അയൽക്കൂട്ടങ്ങൾ, അംഗനവാടികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ ഹരിത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികളായ മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ്, ക്ലെമൻ ഫ്രാൻസിസ്, TG പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു.
ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് പഞ്ചായത്തിലെ 2 സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് പാറപ്പുറം LP സ്കൂളിലും മണ്ടമ്പറമ്പ് LP സ്കൂളിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VG പ്രമീള, സ്റ്റാഫ് സെക്രട്ടറി റീന, വിശംബരൻ, PTA പ്രസിഡന്റ് CK രമേശ് എന്നിവർ സംസാരിച്ചു. കാരണം കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത മേഖലാ തൊഴിലാളികൾക്ക് ബോധവൽക്കരണ സെമിനാർ നടത്തി. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. KLM സംസ്ഥാന മുൻ പ്രസിഡന്റ് ഷാജു ആന്റണി നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് K മാൻഡോ അധ്യക്ഷത വഹിച്ചു. അതിരൂപത മേഖലാ സെക്രട്ടറി PI ഷാജു, മറ്റം ഫെറോന പ്രസിഡന്റ് AA ഔസേബ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട, സീമ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലേക്ക് മാർച്ച് നടത്തി. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര സംഘത്തിലെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കുക, ക്ഷീര കർഷകർക്ക് കൃത്യമായി പണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. MC ഐജു, K ഗോവിന്ദൻകുട്ടി, അജു നെലുവായ്, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതിയിൽ വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ സൌജന്യ മെഡിക്കൽ ക്യാമ്പും സൌജന്യ മരുന്ന് വിതരണവും കുമ്പളങ്ങാട് വായനശാലയിൽ സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ PS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ KV വത്സകുമാർ, നഗരസഭാ കൌൺസിലർ രമ്യ സുന്ദരൻ, MA വേലായുധൻ, കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് K സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി സെന്റ് ആൻസ് UP സ്കൂളിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ MS നിഖിൽ അധ്യക്ഷത വഹിച്ചു. അന്തർദേശീയ വോളിബോൾ താരം PC ഗോപിദാസ്, പ്രൊഫസർ VK സരസ്വതി, നവകിരൺ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി PR ശ്രീനിവാസൻ, KG കൃഷ്ണനുണ്ണി, കായിക അധ്യാപിക സുജാ സാജൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ രമി എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെന്റർ സ്കൂളിൽ രക്ഷാകർതൃ സംഗമം വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായി. ദേശീയ അവാർഡ് നേടിയ ഗായിക നഞ്ചിയമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുജിത് ഐനപ്പള്ളി അധ്യക്ഷനായി. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ബാൻഡ് മേളം ആകർഷകമായി. വിദ്യാർത്ഥികളെ, മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചടങ്ങിൽ ആദരിച്ചു. മാനേജിംഗ് ട്രസ്റ്റി KV മോഹനകൃഷ്ണൻ, പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, PTA വൈസ് പ്രസിഡന്റ് K ജിതിൻ, തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, ജെയിംസ് ബ്രഹ്മകുളം, സിനിമാ സംവിധായകൻ KB മധു, സിനിമാ സീരിയൽ താരങ്ങളായ സലീം കലാഭവൻ, ഡിറ്റോ പുത്തൂർ, ബിമിത ഡിറ്റോ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൗത്ത് ഏരിയ സമ്മേളനം കുട്ടനെല്ലൂരിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മിനി വിൽസൺ, ഏരിയ സെക്രട്ടറി റീജ, ഏരിയ ട്രഷറർ രജിത സുധീർ എന്നിവർ സംസാരിച്ചു. തൃശൂർ NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 50ാമത് വാർഷികാഘോഷം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ RS ഹാപ്പി, സ്കൂൾ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് TG ജയകുമാർ, ഗായകൻ പ്രദീപ് സോമസുന്ദരം തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഇറ്റാലിയൻ ലെതർ ഹൈഡ്സുകളും പ്രോഡക്ട്സുകളുമായി ഡി കോസയുടെ പുതിയ ഷോറൂം തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിലെ പാണാട്ടുപറമ്പിൽ ആർക്കേഡിൽ ആരംഭിച്ച ഡി കോസ ഷോറൂം തിരുവാണിക്കാവ് ജുമാ മസ്ജിദ് ഖത്തീബ് സ്വല്ലാഹുദ്ദീൻ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. ഡി കോസ മാനേജിംഗ് ഡയറക്ടർമാർ, ബിസിനസ് പ്രമുഖർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ പ്രമുഖ ഫർണിച്ചർ സ്ഥാപനങ്ങൾക്കും കാർ ഷോറൂമുകൾക്കും ആർക്കിടെക്ചർ, എഞ്ചിനീയേഴ്സ്, അപ്ഹോൾസറി വർക്ക്സിനുള്ള ലെതർ ഹൈഡ്സുകൾ ഡീകോസ സപ്ലൈ ചെയ്തു വരുന്നു. കൂടാതെ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം സോഫ കസ്റ്റമൈസ് ചെയ്തും നൽകുന്നുണ്ട്. ഇതിനു പുറമെ ലാപ്ടോപ്പ് ബാഗ്സ്, ലേഡീസ് ബാഗ്സ്, മെസഞ്ചർ ബാഗ്സ്, വാലറ്റ്സ്, ബാക്ക് ബാഗ്സ്, ട്രാവൽ ബാഗ്സ്, ബെൽസ് തുടങ്ങി എല്ലാത്തരം ലെതർ പ്രോഡക്ട്സുകളും ഡീകോസയിൽ ലഭ്യമാണ്. ലെതർ പ്രോഡക്ട്സുകൾ ഓൺലൈനിലൂടെ ഹോൾസെയിലായും റീറ്റെയിലായും ഡീകോസ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു. നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡീകോസയ്ക്ക് തൃശൂരിന് പുറമെ പാലക്കാടും ഷോറൂമുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡീകോസയുടെ 2 ഷോറൂമുകളിൽ നിന്നുള്ള പർച്ചേസുകൾക്ക് ഒരാഴ്ചത്തേക്ക് 20% ഓഫറും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9656985000. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3497 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി. CPM സമ്മേളനത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് കുന്നംകുളത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൊടുങ്ങല്ലൂർ കനോലി കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പുഴയിൽ നിന്ന് മുപ്പോളം കയറി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. താൽക്കാലിക തടയണ കെട്ടുന്നതിൽ അനാസ്ഥയെന്ന് ആക്ഷേപം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. അതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചുണ്ടലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലൂപ്പാടത്ത് കാട്ടുപന്നി. ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. ക്ഷേത്രങ്ങളിൽ ഇന്ന് തൈപ്പൂയം ആഘോഷിക്കുന്നു. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ തൈപ്പൂയത്തോടനുബന്ധിച്ച് വർണ്ണക്കാവടികളും പീലിക്കാവടികളും നിറഞ്ഞാടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.